ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിതാ ഒരു കുഞ്ഞു അടുക്കള വിശേഷമായിട്ടാണ് കേട്ടോ ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ പണിസ്ഥലത്തെ കുഞ്ഞു അടുക്കള വിശേഷങ്ങൾ തന്നെയാണ് ഇന്നും. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. അപ്പോൾ അത് രാവിലെ എത്തി ഞാൻ പണിയിലേക്കുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വേഗം നന്നാക്കി എടുക്കണം. അപ്പോൾ ഞങ്ങൾ അതാ കടല അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പുഴുങ്ങാനായിട്ട്. പിന്നെ ചോറിനുള്ള വെള്ളവും വെച്ചിട്ടുണ്ട്. അപ്പോൾ കടല പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചതാട്ടോ. അപ്പം പുഴുങ്ങി കഴിഞ്ഞിട്ട് 10 മണിക്ക് വേണമെങ്കിൽ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കടല പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വേഗം ചിക്കൻ കറിയാണ് ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയിലേക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നാക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം ഇഞ്ചി നന്നാക്കി എടുക്കുകയാണേ. അപ്പോൾ ഇന്നൊക്കെ നല്ല തകൃതിയായ മഴയാണ് കേട്ടോ കൂട്ടുകാരെ. ഞങ്ങളെ നാട്ടിലൊക്കെ എല്ലാവരുടെ നാട്ടിലും മഴ തന്നെയാണല്ലേ. 2-3 ദിവസമായിട്ട് ഭയങ്കര മഴ തന്നെയാണ്. അപ്പോൾ കൂട്ടുകാരൊക്കെ സുഖമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇവിടെയും കുഴപ്പമൊന്നുമില്ല ഇതുവരെ. ഇനി എന്താ ഏതാ ഒന്നും അറിയില്ല. മഴ ഇങ്ങനെ വല്ലാതെ അടച്ച് പിടിച്ച് പെയ്യണ ഒരു രീതിയാണെങ്കിൽ ഭയങ്കരമായിട്ട് പ്രശ്നമായി തീരുന്ന തോന്നുന്നത്. അപ്പോൾ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കട്ടെ കൂട്ടുകാരെ. അപ്പോൾ നമ്മളെ വീഡിയോയിൽ കൂട്ടുകാരൊക്കെ പറ്റുന്ന സമയത്തൊക്കെ ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. പറ്റുമെങ്കിൽ ഒരു കുഞ്ഞ് ലൈക്കും കൂടി അടിക്കുക. അപ്പോൾ അത് അടുക്കളയിലേക്കുള്ള ജോലിയിലേക്ക് പോവുകയാണ്. ഉള്ളിയൊക്കെ ഒന്ന് മുറിച്ചിട്ട് വേഗം ഈ തക്കാളിയും പച്ചമുളകൊക്കെ മുറിച്ചെടുക്കണം കേട്ടോ. ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ഉള്ളി എടുക്കണുള്ളൂ കേട്ടോ. കുറച്ച് ഉള്ളിയും ഒരു 1.5 തക്കാളി, ഒരു തക്കാളിയും പിന്നെ ഒരു തക്കാളീൻ്റെ പകുതി കേട്ടോ. അപ്പം കുറച്ചേ കറി ഉണ്ടാക്കണുള്ളൂ നമ്മൾ. അതിനനുസരിച്ച് സാധനങ്ങൾ എടുക്കണുള്ളൂ കേട്ടോ. ഉള്ളിയൊക്കെ കൂടുതലായ കറിക്കൊരു മധുരമൊക്കെയാണ്. അപ്പോൾ അത് പാകത്തിനേ എടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ അരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ച് ഇനി നമുക്ക് വേഗം ദോശ ചുട്ടെടുക്കാം. അപ്പൻ ചായ കുടിക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂട് ദോശ തന്നെ കൊടുക്കണ്ടേ. അപ്പോൾ വേഗം നമുക്ക് ദോശ ചൂടാം. അപ്പോൾ മാവിൽ ഉപ്പൊക്കെ ഇട്ട് ഇളക്കി വേഗം ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ. ദോശയും സാമ്പാറുമാണ്. സാമ്പാറൊക്കെ അവിടെ സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. സാമ്പാർ ഒരു ദിവസത്തിന് വെച്ചാൽ പിന്നെ അത് ഒരു ദിവസം ഇഡ്ഡലിയിലേക്കും ഒരു ദിവസം ദോശയിലേക്കും വേണ്ടത് എടുക്കും കേട്ടോ. അപ്പം ദോശ കലക്കി ഒഴിച്ചപ്പം എന്താ അറിയില്ല, ഒരു പെട്ടെന്നൊരു എന്താ ഉറുമ്പ് പോലെ തോന്നിയിട്ടോ. ഉറുമ്പൊന്നുമല്ല, പക്ഷേ അതിൻ്റെ ആ ഒരു ഇങ്ങനെ കുമിളകൾ പൊന്തിയതാട്ടോ. ഞാൻ വിചാരിച്ചത് ഉറുമ്പാണെന്ന്. അപ്പോൾ ഞാൻ തൊട്ട് നോക്കിയപ്പം ഉറുമ്പൊന്നുമല്ല. അപ്പോൾ അതവിടെ തന്നെ വെച്ചിട്ട് വേഗം ദോശ ഒന്ന് വെന്ത് വന്നപ്പം കുറച്ച് ഓയിൽ അങ്ങോട്ട് ഇങ്ങനെ തൂവി കൊടുക്കും കേട്ടോ. പിന്നെ നമ്മളതൊന്ന് മറിച്ചിട്ടിട്ട് വേവിക്കും. അപ്പം ദോശ നല്ല അടിപൊളിയായിട്ട് ഞെരിഞ്ഞിട്ട് നല്ല അടിപൊളിയാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ചെയ്ത് നോക്കിയാൽ അപ്പോൾ കൂട്ടുകാരൊക്കെ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ അപ്പന് വേണ്ടിയിട്ട് വേഗം ചൂടുള്ള ദോശ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഉഴുന്ന് ദോശയിലേക്ക് സാമ്പാർ നല്ലൊരു കോമ്പിനേഷനല്ലേ. കൂട്ടുകാരൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടും കേട്ടോ. ഇത് ഇഷ്ടമുള്ള കൂട്ടുകാരൊന്ന് കമൻറ്റ് ഇടണേ. അപ്പം ദോശേൻ്റെ പണിയൊക്കെ സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ചെറിയ കാര്യങ്ങളും ചെയ്യാണ്ട്. തേങ്ങയൊക്കെ ഒന്ന് ചിരവിയെടുക്കണം. അതും നടക്കണമല്ലോ. അപ്പം വെറുതെ അത് വേവണ വരെ നോക്കി നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ടോ ഇടയിൽ കൂടെ ഇങ്ങനെയൊക്കെ ചെയ്യണത്. അപ്പോൾ അത് ചിക്കനിലേക്ക് വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ടോ ഇങ്ങനെ ചെയ്യണത്. പിന്നെ നമുക്കിവിടെ വേണമെങ്കിൽ സ്റ്റോക്ക് ചെയ്യും വേണം. കുറച്ച് ഉള്ളതുണ്ട്, അത് ഇതിലേക്ക് വറുക്കാനായിട്ടൊക്കെ എടുക്കാമല്ലോ. അപ്പോൾ വേഗം ഞാൻ ദോശയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 കൈ കൊണ്ട് 4 പണി എടുക്കാമെന്ന് പറഞ്ഞ പോലെ അപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് പെട്ടെന്ന് പണി കഴിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഏകദേശമൊക്കെ കഴിയാനായി തുടങ്ങി ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പം ചോറിൽ അരിയൊക്കെ ഇട്ടിട്ട് വേഗം വെള്ളമൊക്കെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇനി ആ വെള്ളം നമുക്ക് കറിയിലേക്കൊക്കെ ആവശ്യത്തിന് എടുക്കാമെന്ന് വെച്ചിട്ടാട്ടോ. ആ വെള്ളം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല തിളയ്ക്കും. ചോറിൽ വെള്ളം ഇല്ലെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് അത് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ദോശേൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടോ. നല്ല അടിപൊളി മൊരിഞ്ഞ ദോശ ഉണ്ടല്ലേ. ഇതിലേക്ക് സാമ്പാറും കൂട്ടി കഴിക്കുമ്പോൾ അടിപൊളിയാണ്. അപ്പോൾ നമ്മളെ ചിക്കനൊക്കെ എത്തിയിട്ടോ. അതൊക്കെ കഴുകിയെടുത്ത് ഞാൻ ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇനി നല്ലൊരു ഉഷാറ് കറി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് വന്നതാട്ടോ. വേറെ അടുക്കള എന്ന് പറഞ്ഞില്ലേ, 2 അടുക്കള ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ അടുക്കളയിലേക്ക് വന്നതാട്ടോ. ചട്ടി ഇവിടെ കൊണ്ടുപോയി വെച്ചതാണ്. ഇനി ഇവിടെ വെച്ചിട്ട് ചായ കുടിക്കാൻ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. ഞാനും ചേച്ചിയും കൂടി ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ദോശയും സാമ്പാറും കേട്ടോ. ചായ ഉണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി വേഗം നമുക്ക് പണികൾ തുടങ്ങാം അല്ലേ. അപ്പോൾ തേങ്ങ വറക്കാനുള്ള ചീനച്ചട്ടിയും കറീൻ്റെ ചീനച്ചട്ടിയും വെച്ചിട്ടുണ്ട് കേട്ടോ. കറി ഉണ്ടാക്കുന്നത് സ്റ്റീലിൻ്റെ ചീനച്ചട്ടിയിലും തേങ്ങ വറക്കാൻ പോണത് നമ്മൾ ഇണ്ടാലിയത്തിൻ്റെ ചീഞ്ചട്ടി കേട്ടോ. ആ ചീഞ്ചട്ടി ഇവിടെ കുറേ വർഷങ്ങളായിട്ടുള്ളതുകൊണ്ടാട്ടോ കൂട്ടുകാരെ അങ്ങനെ ആയത്. അപ്പോൾ നമ്മളൊരു വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രം അതെത്ര പഴകിയതായാലും അതിനെക്കൊണ്ടുള്ള ഉപകാരം വലുതല്ലേ. അതുകൊണ്ടാണ് ആ പാത്രം അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ വീട്ടിൽ നമ്മളെ വയസ്സായാൽ
നമ്മളെ പുറത്തേക്കൊന്നും എടുത്ത് ആരും എറിയൂലല്ലോ. അതുപോലെ തന്നെയാണ് ഒരു പാത്രം നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ പാത്രത്തിൽ എല്ലാ സാധനങ്ങളും പെട്ടെന്നായി കിട്ടുമെന്ന് തോന്നിയാൽ ആ പാത്രം നമ്മൾ ഒഴിവാക്കണതില്ല. അതുപോലെയാണ് ഈ ചീനച്ചട്ടീൻ്റെ കാര്യം കേട്ടോ. അത് ഇണ്ടാലിയത്തിൻ്റെ ചീനച്ചട്ടിയാണ്, വർഷങ്ങൾ പഴക്കമുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കാത്തതാണ് കൂട്ടുകാരെ. അതിൻ്റെ നിറവും കാര്യങ്ങളും കണ്ട് കൂട്ടുകാർ തെറ്റിദ്ധരിക്കേണ്ട. അത് എത്ര കഴുകിയാലും അങ്ങനത്തെ ആ ഒരു കളർ തന്നെയാണ് കേട്ടോ ഉണ്ടാവുക. അത് വർഷങ്ങളായെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് അത് അങ്ങനെയുള്ളത്. അപ്പം ചീനച്ചട്ടി മാറ്റിക്കൂടെ എന്നുള്ള 2-3 ചോദ്യങ്ങളൊക്കെ ഞാൻ കണ്ട്. പക്ഷെ അത് നമ്മളെ വീട്ടിലത്തല്ലേ, അവിടുത്തെയാണ്, അത് അവിടെ ഉപയോഗിക്കുന്നതുമാണ്. പറഞ്ഞല്ലോ, അതിനെക്കൊണ്ട് ഭയങ്കര ഉപകാരമുള്ളൊരു സംഭവമായിട്ടത്. അതുകൊണ്ടാണ് അത് നിലനിർത്തി പോണത്. അപ്പോൾ കൂട്ടുകാരും തെറ്റിദ്ധരിക്കേണ്ട. ഒഴിവാക്ക് എന്ന് പറയുമ്പം പെട്ടെന്ന് അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റിയ ആ ഒരു സംഭവമൊന്നുമല്ല അത് കേട്ടോ. അപ്പോൾ നമ്മൾ വയസ്സായാലും നമ്മളെ വീട്ടിലൊക്കെ ജീവിക്കുന്ന പോലെ തന്നെ അതും അവിടെ കിടക്കട്ടെ, അതിനെക്കൊണ്ടുള്ള ഉപകാരം കഴിയണവരെ അതും അവിടെ കിടക്കട്ടെ വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ നമ്മൾ കറിയിലേക്കുള്ള ഉള്ളി എല്ലാം വാട്ടി എടുക്കുന്നുണ്ട്. അതിലേക്ക് വേണ്ട മസാലകൾ ആവശ്യത്തിന് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലോണം ഉപ്പൊക്കെ ഇട്ട് ഇനി അതൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വേഗം കുറച്ച് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം, ചിക്കൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് ഞാൻ ഒരുപാട് പ്രാവശ്യം വ്ളോഗ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കൂട്ടുകാരൊക്കെ അങ്ങനെ ഉണ്ടാക്കി നോക്കണം എന്നും പറയലുണ്ട്. പക്ഷെ ഉണ്ടാക്കി നോക്കിയെന്ന് ഒരു 2 കമൻറ്റ് ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതാ കൂട്ടുകാരെ, ഞാൻ അതിലേക്ക് വെള്ളം ഒഴിക്കുന്നതിൻ്റെ മുന്നേ ചിക്കൻ പീസ് ഇട്ട് കൊടുത്തിന് കേട്ടോ. ഞാൻ ചിക്കൻ പീസ് അതിലൊന്ന് കുഴച്ചെടുക്കണം ആ മസാലയിൽ, എന്നിട്ട് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ തിളച്ച വെള്ളം അവിടെ ഉണ്ടല്ലോ, ചോറിൻ്റെ മുകളിൽ വെച്ച് കൊടുത്ത വെള്ളം എപ്പോഴും അവിടെ ഉണ്ടാകും. അതുകൊണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കറി തിളയ്ക്കാനും അത് ഉപകാരപ്പെടും കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ തേങ്ങ വറക്കണതിൻ്റെത് സിമ്മിലിട്ട് കൊടുത്തിട്ടാട്ടോ ഈ പണികളൊക്കെ ചെയ്യണത്. അപ്പോൾ ഇടയ്ക്ക് തേങ്ങ ഒന്ന് ഇളക്കി കൊടുക്കും. അടി കരിയാതെ നോക്കണ്ടേ. നമ്മളെ വീട്ടിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുക. ഒരു വീട്ടിൽ ചെന്നിട്ട് കരിയാനോ കേടുവരാനോ പാടില്ലല്ലോ, പണിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണ്ടേ. അപ്പോൾ ഞാൻ അതിൻ്റേതായ ആ ഒരു രീതിക്ക് തന്നെയായിട്ട് എല്ലാം ചെയ്യണതൊക്കെ. അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കേണ്ട. ചിക്കൻ അവിടെ വേകുമ്പോഴേക്ക് നമുക്ക് ഈ തേങ്ങ വറുത്ത് അരച്ചെടുക്കണോ അത്. അപ്പോൾ അതിൻ്റെ ഒരു പണിയിലാണ്. കൈ വയ്ക്കാതെ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ, എന്നാലേ അത് നല്ലോണം ഒന്ന് അടിയിലൊക്കെ പിടിക്കാതെ സെറ്റായി വരുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ കറി ഇവിടെ ഏകദേശമൊക്കെ സെറ്റായി വരുന്നുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വരുന്നുണ്ട് കേട്ടോ. ചിക്കൻ കറി ശനിയാഴ്ച അധികം ഉണ്ടാക്കലുണ്ട്. അപ്പോൾ പിന്നെ ഞായറാഴ്ചത്തേക്ക് ഒക്കെ നമുക്ക് കുറച്ച് കരുതി വെക്കാം കേട്ടോ. കാരണം ഞായറാഴ്ച ഞാൻ ലീവാണ് ഇവിടെ. അപ്പം അതിന് കുറച്ച് കരുതിയൊക്കെ വെക്കണം. അപ്പോൾ അത് തേങ്ങയൊക്കെ വറുത്ത് അരച്ച് കലക്കി നല്ല ഉഷാറ് കറി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇറച്ചിക്കറിയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്ത്, അപ്പോൾ നമ്മുടെ ഏകദേശം പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ഒന്ന് അടിച്ചേരി തുടയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉള്ളൂ. മഴ ആയത് കാരണം മുറ്റം അടിച്ചു തരാനുണ്ട്. അടുക്കളയിലെ പണി കഴിയട്ടെ വിചാരിച്ചതാട്ടോ. അപ്പോൾ ഇന്ന് അത് കഴിഞ്ഞ് ഇനി നേരെ വീട്ടിലേക്കാണ്. അപ്പോൾ നമ്മുടെ സൗണ്ടിന് ഒരുപാട് മാറ്റമില്ലേ കൂട്ടുകാരെ, എന്താ അറിയില്ല, പനി വന്നതിന് ശേഷം ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അടുക്കള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ കേട്ടോ കൂട്ടുകാരെ. എല്ലാവർക്കും ബായ്.